ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു ഫേമസ് യൂട്യൂബറായ ഷാൻ ജിയോ എന്ന ഒരു യൂട്യൂബറിൻ്റെ ഒരു ഫേമസ് റെസിപ്പി അല്ല, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. വീട്ടിൽ നമ്മളെല്ലാവരും ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാനും വീട്ടിൽ തന്നെ മാവ് അരച്ച് ഇഡ്ഡലി ഉണ്ടാക്കുന്ന വ്യക്തി. പക്ഷേ കഴിഞ്ഞ 3-4 തവണയായി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഡ്ഡലിക്ക് വലിയ മയമൊന്നുമില്ല, വലിയ രസമൊന്നുമില്ല, എല്ലാവർക്കും കഴിക്കാനൊരു മടിയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നപ്പം ഞാൻ പെട്ടെന്ന് ഒരു റെസിപ്പി ചുമ്മാ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ ഷാൻ ജിയോ എന്ന് പറഞ്ഞ യൂട്യൂബറിൻ്റെ ഇഡ്ഡലി റെസിപ്പി വെച്ചിട്ടാണ് ഞാനിന്ന് ട്രൈ ചെയ്തത്. ആൻഡ് അത് നല്ലൊരു റെസിപ്പിയായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. 1-2 തവണയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. 2 തവണയും നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്കിൻ്റെ ഒരു വീഡിയോ ആണിന്ന് ഞാൻ ചെയ്യുന്നത്. ഞാൻ മാവ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി, 3/4 ഗ്ലാസ് ഉഴുന്ന്, അതിൽ ഒരു ടീസ്പൂൺ ഉലുവ, പിന്നെ 1 കപ്പ് വെളുത്ത അവലും കൂടി എല്ലാം കുതിർത്ത് വെച്ചിട്ട് ഒരുമിച്ച് അരച്ചെടുത്തു. കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്യണം. എല്ലാം നല്ലോണം മിക്സായിട്ട് നമ്മളിത് ഓവർനൈറ്റ് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ട് ഒരു ലൂസ് അടപ്പ് വെച്ച് അടച്ചിട്ട് അത് ഒരു കോർണറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ കണ്ടോ, എന്ത് നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടി. ഇനി നിങ്ങൾ ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ നല്ലതാണ്, ടേസ്റ്റിയുമാണ്. താങ്ക് യു.